നമസ്കാരം. വിഴിഞ്ഞം ഓഹരി കൈമാറ്റ കരാറിലെ അഴിമതി ആരോപണങ്ങളിലും പാർട്ടി വിമതരെ തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലും CPM-ൽ നിലനിൽക്കുന്ന ആഭ്യന്തര ഭിന്നതകൾ പരസ്യമാക്കി കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയരുന്ന വിവാദങ്ങൾ അനാവശ്യമാണെന്നും ഇത് കേരളത്തിന് ഒട്ടും ഗുണകരമല്ലെന്നും EP ജയരാജൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വിഴിഞ്ഞം കരാർ കൈമാറ്റത്തിൽ അഴിമതി ഉണ്ടെന്ന പാർട്ടി നിലപാടിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് EP ജയരാജൻ സംസാരിച്ചത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ പേരിൽ അഴിമതി ആരോപണം ഉന്നയിക്കാൻ താനില്ലെന്നും ആരൊക്കെയാണോ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചത് അവർ തന്നെ കാര്യങ്ങൾ വിശദീകരിക്കട്ടെ എന്നും അദ്ദേഹം വ്യക്തമാക്കി. വിഴിഞ്ഞം വിഷയത്തിൽ ഭരിക്കുന്ന സർക്കാരിനെതിരെ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ഉൾപ്പെടെയുള്ളവർ കടുത്ത അഴിമതി ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ നിലപാടാണ് ജയരാജൻ സ്വീകരിച്ചത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ അതിന്റെ കരാർ വ്യവസ്ഥയ്ക്കനുസരിച്ച് വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള താൽപര്യമാണ് സംസ്ഥാന സർക്കാർ കാണിക്കേണ്ടത്. നിലവിലുള്ള കരാർ വ്യവസ്ഥകൾ ആർക്കും അത്ര എളുപ്പം ലംഘിക്കാൻ സാധിക്കുന്നതല്ല. അദാനി ഗ്രൂപ്പ് തന്നെ ഈ കാര്യങ്ങളിൽ വ്യക്തത വരുത്തിയിട്ടുള്ളതാണ്. കരാറിൽ എന്തെങ്കിലും ഭേദഗതി വരുത്തണമെങ്കിലോ മറ്റാരെങ്കിലും ഓഹരി ഉടമകളാക്കണമെങ്കിലോ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ മുൻകൂർ അനുമതി ആവശ്യമാണ്. ഈ വിഷയത്തിൽ CPM-നോ ഇടതുമുന്നണിക്കോ യാതൊരുവിധ ആശയക്കുഴപ്പവുമില്ലെന്നും EP ജയരാജൻ കൂട്ടിച്ചേർത്തു. വിഴിഞ്ഞം വിവാദത്തിന് പുറമെ പാർട്ടി വിമതരെ തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സ്വീകരിച്ച കടുംപിടുത്തത്തെയും EP ജയരാജൻ തള്ളിപ്പറഞ്ഞു. മുൻപ് പാർട്ടി വിട്ടുപോയ TK ഗോവിന്ദൻ MLA, V കുഞ്ഞികൃഷ്ണൻ, G സുധാകരൻ എന്നിവരെ വർഗവഞ്ചകൻ എന്ന് വിശേഷിപ്പിച്ച MV ഗോവിന്ദൻ നിലപാടിനോടാണ് ജയരാജൻ വിയോജിപ്പ് പ്രകടിപ്പിച്ചത്. തെറ്റുതിരുത്തി വരുന്നവരെ പാർട്ടി മുൻപും സ്വീകരിച്ചിട്ടുണ്ടെന്നും നക്സൽ പ്രസ്ഥാനത്തിലേക്ക് പോയവർ വരെ CPM-ലേക്ക് തിരിച്ചു വന്ന ചരിത്രമുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഓരോ കാലഘട്ടത്തിലെയും സാഹചര്യം പരിശോധിച്ച് വേണം പാർട്ടി നിലപാടുകൾ സ്വീകരിക്കാൻ. നിലവിൽ വിമതരായി പോയവർ UDF MLA-മാർ ആയതിനാൽ ഈ ചർച്ചകൾക്ക് പ്രസക്തിയില്ലെന്ന് MV ജയരാജൻ വ്യക്തമാക്കിയ കാര്യവും EP ജയരാജൻ ചൂണ്ടിക്കാണിച്ചു. പാർട്ടി സെക്രട്ടറിയുടെ പ്രസ്താവനയ്ക്കെതിരെ വിമത നേതാക്കളും കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. MV ഗോവിന്ദന് വിഭ്രാന്തിയാണെന്നും ഭാര്യയെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചതാണോ അദ്ദേഹത്തിന്റെ വിപ്ലവ ബോധമെന്നും TK ഗോവിന്ദൻ MLA പരിഹസിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്നും CPM ഒന്നും പഠിച്ചിട്ടില്ലെന്നും ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാനാണ് ശ്രമിക്കുന്നതെന്നും പയ്യന്നൂർ MLA V കുഞ്ഞികൃഷ്ണനും കുറ്റപ്പെടുത്തി. ഇതിനിടെ നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതാവ് പദവി സംബന്ധിച്ച് CPI അവരുടെ നിലപാട് വ്യക്തമാക്കിയതിൽ തെറ്റില്ലെന്നും ഇടതുമുന്നണിയിലെ ഐക്യത്തെ ഇത്തരം ചർച്ചകൾ ബാധിക്കില്ലെന്നും EP ജയരാജൻ കൂട്ടിച്ചേർത്തു. വിഴിഞ്ഞം വിവാദത്തിലും സംഘടനാ കാര്യങ്ങളിലും പാർട്ടിയിലെ പ്രമുഖ നേതാക്കൾ പരസ്യമായി വ്യത്യസ്ത ചേരികളിൽ നിലയുറപ്പിക്കുന്നത് CPM-നുള്ളിൽ പുകയുന്ന വലിയ ആഭ്യന്തര തർക്കങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടുകൂടിയെങ്കിലും CPM-ന് തിരിച്ചറിവുണ്ടാകുമെന്നാണ് പലരും പ്രതീക്ഷിച്ചിരുന്നത്. വിമതരായി നിന്ന മുൻപ് CPM അംഗങ്ങളായിരുന്ന ആളുകൾ പോലും അങ്ങനെ ധരിച്ചിരുന്നു. എന്നാൽ ആ ധാരണയൊക്കെ അസ്ഥാനത്താണെന്ന് തെളിയിക്കുന്നതാണ് MV ഗോവിന്ദൻ, പിണറായി അച്യുതണ്ടിന്റെ നിലപാടുകളിൽ നിന്നും മനസ്സിലാക്കേണ്ടത്.